അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം തന്നെ പറഞ്ഞു തിരുദൂതരോട്, തിരുദൂതരെ പറയൂ അവർ തൗറാത്ത് കൊണ്ടുവരട്ടെ. അങ്ങനെ തൗറാത്ത് കൊണ്ടുവന്നു. തൗറാത്ത് നിവർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഏറ്റവും അറിവുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞു വായിക്കാൻ. കാരണം തൗറാത്തിൻ്റെ ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാപ്യമല്ല, സഹാബികൾക്കും വശമില്ല. അതുകൊണ്ട് അവരിൽ ഏറ്റവും അറിവുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവിടെയാണ് അബ്ദുള്ള ഇബ്നു സൂരിയ കൊണ്ടുവരപ്പെടുകയുണ്ടായത്. അയാളാണ് തൗറാത്ത് വായിച്ചത്. വായന തുടർന്ന് ആയത്തുർ റജ്ം എത്തി. വ്യഭിചരിച്ചവർ കല്ലെറിയപ്പെടണമെന്ന അർത്ഥത്തിൽ വരുന്ന വചനമെത്തിയപ്പോൾ ഈ ഇബ്നു സൂരിയ കൈവച്ച് ആ ഭാഗം മറച്ചു എന്നാണ്. ഫഖറഅ മാ ഖബ്ലഹ വമാ ബഅദഹ, അതിൻ്റെ മുമ്പും പിമ്പുമൊക്കെ അയാൾ വായിച്ചു. വലം യഖ്റ ആയത്തുർ റജ്ം, ആയത്തുർ റജ്ം വായിച്ചില്ല എന്നാണ്. അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം ഇടപെട്ട് വീണ്ടും ഇർഫഅ യദക്, കൈ ഉയർത്താൻ പറഞ്ഞു. അങ്ങനെ ഇബ്നു സൂരിയ കൈ ഉയർത്തിയപ്പോൾ ഫൈദ ആയത്തുർ റജ്ം തഹ്ത യദിഹി, ആ കയ്യിന് ചുവട്ടിൽ ആയത്തുർ റജ്മുണ്ട്. മാ ഹാദിഹി എന്ന് അബ്ദുല്ലാഹി ഇബ്നു സലാം ചോദിച്ചു. എല്ലാവരും ആ ആയത്ത് കണ്ടപ്പോൾ പിന്നെ അവർ പറഞ്ഞു സദഖ യാ മുഹമ്മദ് ഫിഹ ആയത്തുർ റജ്ം. അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞത് സത്യമാണ്, തൗറാത്തിൽ ആയത്തുർ റജ്ം ഉണ്ട്. വലാകിന്ന കുന്നാ നതകാതമുഹു ബൈനന, യഹൂദർ പറയുകയാണ്, പക്ഷേ ഞങ്ങൾക്കിടയിൽ പരസ്പരം ഈ വിഷയം മറച്ചു പിടിക്കാറായിരുന്നു, ഇത് പൂഴ്ത്തി വെക്കാറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്ത് പ്രകാരം ഈ വ്യഭിചാരക്കുറ്റം ചെയ്തവരെ, അവരുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഫിലേക്ക് ക്ഷണിക്കപ്പെട്ടത്, ബൈത്തുൽ മിദ്റാസിൽ ചെന്നിരിക്കുകയും ഉണ്ടായത്. തൗറാത്ത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ വിധി പറഞ്ഞു. അങ്ങനെ ആ കുറ്റം ചെയ്തവർ റജ്മ് ശിക്ഷയ്ക്ക് വിധേയരാവുകയുണ്ടായി എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നത്.